Q&Aക്ക് ഒരു പോസ്റ്റ് ഇട്ടപ്പം അതിൽ ഏറ്റവും കൂടുതൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അതിലും ഏറ്റവും കൂടുതൽ വരുന്നതാണ് ശ്രീ ആരെയായിട്ടാണ് കമ്മിറ്റഡ് ആയിട്ടുള്ളത്, ശ്രീന്റെ ലവ് സ്റ്റോറി പറയുമോ എന്നൊക്കെ ഉള്ളത്. അത് ഏത് വീഡിയോ ഇട്ടോ അതിനൊക്കെ അടിയിൽ കമന്റ് ഉണ്ടാവും. അത് ഞങ്ങൾ കാണുന്നുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്ന് അഞ്ജീന്റെ കല്യാണം കഴിഞ്ഞു, അമലാണെന്ന് നിങ്ങൾക്ക് അറിയാം. പിന്നെ ഷാമിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ജുനു ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും ആകാംക്ഷ ഉണ്ടാവും. അപ്പൊ സംസാരിക്കാൻ എനിക്ക് ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. അപ്പൊ ഒരു കമന്റിൽ ജസ്റ്റ് ഒരു കമന്റ് ആയിട്ട് നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരാൻ പറ്റുന്ന ഒരു വിഷയമല്ല, അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയമാണല്ലോ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാണ്, കഴിഞ്ഞ 10-11 വർഷമായിട്ട് ഞാൻ കമ്മിറ്റഡ് ആണ്. എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല, കമ്മിറ്റഡ് ആണ്. അപ്പൊ ആളാരാണെന്നോ ലവ് സ്റ്റോറി പറയാനോ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല ഞാനിപ്പോൾ ഉള്ളത്. കാരണം എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പറയുമ്പം ആദ്യം വീട്ടിൽ പറയണം. ഈ കുറച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിനുശേഷമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. എനിക്കറിയാം ഒരുപാട് പേര് ഭയങ്കര ആകാംക്ഷയിൽ ഇരിക്കുന്ന കാര്യമായിരിക്കും. അത് ശരിയാണ്. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ആളെ റിവീൽ ചെയ്യാനും ലവ് സ്റ്റോറി പറയാനും ഒക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങളെക്കാട്ടി ആഗ്രഹമുണ്ട്. നിങ്ങളെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ സത്യമായിട്ടും വിഷമമുണ്ട്. കാരണം അത് എന്താ പറയാ, അത് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലാലോ എന്നുള്ളൊരു വിഷമം ശരിക്കും എനിക്കുണ്ട്. പക്ഷെ ഇപ്പോഴങ്ങനത്തെ സാഹചര്യം അല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് കുറച്ചും കൂടി സമയം വേണം. ഒന്ന് വീട്ടിലൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്ത്, അധികം സമയമൊന്നും വേണ്ട, കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാം ശരിയായി വരും. അപ്പൊ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ഉള്ളിൽ നമുക്ക് എല്ലാം പറയാം. ഒന്ന് എല്ലാം ശരിയാക്കി എടുക്കാനുള്ള ഒരു സമയമേ ഉള്ളൂ. എനിക്കറിയാം എല്ലാവരും ഭയങ്കര എന്താ പറയാ, ആരാണ് എന്നുള്ള ആ ഒരു ആകാംക്ഷകളെ കമന്റ്സ് ഒക്കെ കുറെ ഇങ്ങനെ കാണുമ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ തന്നെ അത് ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത് അറിയിച്ചു തരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങളെന്ന് വിചാരിക്കുകയാണ്. അതുവരെ നിങ്ങളൊന്ന് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ എല്ലാം റിവീൽ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പൊ ശ്രീന്റെ സ്റ്റോറിക്കൊക്കെ വേണ്ടി നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പം ഇനി അടുത്ത ചോദ്യം, സല്ലു കമ്മിറ്റഡ് ആണോ എന്നാണ്. പറയും ഞാൻ കമ്മിറ്റഡ് ആണ്. ഞാൻ കഴിഞ്ഞ Q&A ഞാൻ പിന്നെ പറയാൻ പറഞ്ഞിരുന്നു. അടുത്ത Q&A ആരാണെന്ന് പറയില്ല. അടുത്ത Q&A ആരാ?